നമസ്തേ എവരി വൺ. നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ വരുമാനം കൂട്ടാനായിട്ട് പറ്റുന്നത്, സ്കിൽ ടു ഗെറ്റ് മോർ ഇൻകം, കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ചില സ്കില്ലുകൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതാണ്. നമുക്കിതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത് ചില ജേണൽസിനകത്തൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് റെഫർ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചില ഇൻഫർമേഷൻ നിങ്ങൾക്കും കിട്ടും. അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഇതിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിൽ നോക്കുമ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ കൂടുതൽ നമുക്ക് കിട്ടാനായിട്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാവുന്ന ചില കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ വെബ് ഡെവലപ്മെൻറ്റ് നമുക്ക് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ചില പ്ലാറ്റ്ഫോംസിനകത്ത് നമുക്ക് അവർക്ക് പെട്ടെന്ന് കയറിയിരിക്കാം. ചില കോഡിങ്ങിൻ്റെ ചില ബൂട്ട് ക്യാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ പെട്ടെന്ന് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരിക്കും. അതുപോലെ തന്നെ വലിയ സ്കില്ലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് റിമോട്ട് സെക്രട്ടേറിയൽ വർക്ക്സ് നമുക്ക് ഏത് രാജ്യത്തുനിന്ന് ഇരുന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പ് വർക്ക് എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്. അതിൽ കയറി നമ്മൾ പ്രത്യേകം എന്തെങ്കിലും സ്കില്ലുള്ളവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 2-3 വർക്ക് കിട്ടി. അതിൽ ഉള്ള നമുക്ക് 10,000 കണക്കിന് ആൾക്കാർ അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ കാണാം. അപ്പോൾ എനിക്ക് വേണ്ട ആൾക്ക് ഞാനും അതിനകത്ത് ഹയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ വർക്കുകളല്ല, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വർക്കുകൾ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ നോക്കിയിട്ട് ഏതൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ടില്ല, ഏതൊക്കെ ഓർഗനൈസേഷൻ എത്ര മണിക്കൂറുകൾ, എല്ലാം വളരെ സത്യസന്ധമായിട്ട് ഇട്ടേക്കുന്ന കാര്യങ്ങളാണ്. ഇത്ര $1 പെർ അവർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒത്തിരി വർക്ക് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ചില സർട്ടിഫിക്കേഷൻസ് കിട്ടുന്ന ചില കോഴ്സുകളുണ്ട്. ചില മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ചില ഫേസ്ബുക്ക് പോലുള്ള ഇല്ല ഹോട്ട്സ്യൂട്ട് പോലുള്ള ചില അക്കാഡമികൾ, ഇല്ല നമുക്ക് ഹബ്സ്പോട്ട് പോലുള്ള അക്കാഡമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചില റെഫറൻസോട് കൂടി തന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകൾ കാണും. ചില അക്കാഡമികൾ സർട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ ചില പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അതല്ലേ നമുക്ക് ഈ കോപ്പി റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ്, അതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിടാനൊക്കെ ആയിട്ടുണ്ട്. ഡേറ്റ അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സാധ്യതയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഡേറ്റ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നടത്തുന്ന IBM പോലുള്ള ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി തന്നെ സിവിൽ വർക്കിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം IT ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിലൊക്കെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് നല്ല ഒരു ഏരിയയാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഈ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സ്കിൽസ് പലപ്പോഴും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്ക് അറിയത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ്ഡ് എക്സൽ, പവർ പോയിൻറ്റ്, മറ്റ് സോഫ്റ്റ്വെയർ സ്കിൽസ്, കോഡിംഗ് സ്കിൽസ്, ജാവാ സ്ക്രിപ്റ്റ്, അതല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് സ്കിൽസ്, HTML, അതല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ. അതേപോലെ തന്നെ ഇപ്പോൾ പല ബിസിനസ് ആപ്ലിക്കേഷനും ആവശ്യമുള്ള ചില സോഫ്റ്റ്വെയർസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് SEO, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ ചെറിയ സാലറി അല്ല, ശകലം അറിയാവുന്നവരല്ല, അതങ്ങ് പഠിച്ച് നമുക്ക് മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കോപ്പി റൈറ്റിംഗ് വളരെ സാധ്യതയുള്ളതാണ്. അതിപ്പോൾ AI കാലത്ത് കുറയുമല്ല ചെയ്തേക്കുന്നത്, AI സഹായത്തോടു കൂടി AIക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സിനകത്ത്, അതല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിനകത്ത് AI സഹായത്തോടു കൂടി നമുക്ക് അൽഗറിസംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് അങ്ങ് പോകാൻ പറ്റും. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കുമ്പം AI ഉണ്ട്, അജൈലും സ്ക്രമും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ കൂടെ തന്നെ അതിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് പോകാം. മറ്റൊന്ന് ഫൈനാൻഷ്യൽ ലിറ്ററസി. നമുക്ക് ഈ പല കോടീശ്വരന്മാർക്കും ചില ഏരിയയിൽ അവർ ഭയങ്കര വീക്കാണ്. അപ്പോൾ ആ ഏരിയയിൽ ഈവൻ വന്നു ചേർന്ന പണം എവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കോടീശ്വരന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള പണം അത് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റിട്ടേണോടുകൂടി അവർക്കൊരു കൺസൾട്ടൻസി കൊടുക്കാം.
ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അതുപോലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനകത്തൊക്കെ നമുക്ക് ഓരോ ഇതുണ്ട്. ഈവൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുള്ള കൺസൾട്ടൻസി ഞാൻ പഠിപ്പിക്കുന്ന വിഷയമാണ്. അതിനകത്ത് പറഞ്ഞാൽ വളരെ നമുക്കിപ്പം അതറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പണമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൺസൾട്ടൻസി കൊടുക്കാം. അവർ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടുക, വേറെ ഇതൊന്നും വേണ്ട, ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ മാത്രം, മുടക്കുന്ന പണത്തിൻ്റെ വേണ്ട. ഇനി പബ്ലിക് സ്പീക്കിംഗ്, ഈ പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പഠിക്കാൻ പറ്റും, അത് നമ്മുടെ സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ പബ്ലിക് സ്പീക്കിംഗ് ഇഫക്റ്റീവ് ആകാനായിട്ട് 100 കണക്കിന് വഴികളുണ്ട്. അതെങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിൻ്റെ മെത്തേഡ്. അപ്പം സ്പീച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. മാനേജിങ് ദ സ്റ്റേജ് ആൻഡ് 360 ഡിഗ്രി പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങളുണ്ട്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട്. നിങ്ങൾക്കറിയോ 10-30 ലക്ഷം രൂപയൊക്കെ ഫീസ് വരുന്ന പ്രോഗ്രാം ഗ്ലോബലി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പ്രസൻറ്റേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗോസിയേഷൻ സ്കിൽസ്, അപ്പോൾ ലേണിംഗ് നെഗോസിയേഷൻ ടാക്ടിക്സ് പർട്ടിക്കുലർലി ഫോർ ബിസിനസ്. ഇനി സെയിൽസ് സ്കിൽസ്, വലിയ രീതിയിലുള്ള സെയിൽസ് സ്കിൽസ്. ഇനി കസ്റ്റമർ പ്രോസസ് സൈക്കോളജി, നെറ്റ്വർക്കിംഗ് സ്കിൽസ്, അത് പറഞ്ഞു കൊടുക്കാനായിട്ടും കൺസൾട്ടൻസി കൊടുക്കാനായിട്ടും. അതുപോലെ ചില പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ നോക്കിയത് ഈസി ആയിട്ട് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ പഠിക്കാവുന്നതാണ്. അതൊന്നുമല്ല, ഇഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഈവൻ ഒരുപാട് CEO നമുക്ക് ഈ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒത്തിരി കാണും. അവരത് സഹായിക്കുകയും ചെയ്യും, നല്ല ഫീസ് തന്ന് അവർ ചേരുകയും ചെയ്യും. ഓക്കെ, നമ്മൾ കാണിച്ചു കൊടുക്കുകയാണല്ലോ അവർക്ക് എന്ത് ലാഭം ഉണ്ടാക്കാമെന്ന്. പിന്നെ ലീഡർഷിപ്പ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒരുപാട് പേർക്ക് ആവശ്യം നമ്മളെ കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്ന, ഇതൊക്കെ പഠിച്ചാലാണ് നമുക്ക് എന്താണ് വാല്യൂ അഡീഷൻസ് നമുക്ക് വരിക. ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് വളരെ വലിയ വാല്യൂ അഡീഷൻസ് വരുന്ന. ഫോറിൻ ലാംഗ്വേജസിൽ പ്രൊഫഷൻസി ഉണ്ടാക്കിയെടുക്കുക. റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രൊഫഷൻസ് ചെയ്ത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നല്ലതാണ്. ഫോട്ടോഗ്രാഫി വളരെ ഈസി ആയിട്ടുള്ള, നമ്മൾ കേൾക്കുന്ന പോലെ മൊബൈൽ വെച്ച് ഫോട്ടോ എടുക്കുന്ന പോലെയല്ല. വീഡിയോഗ്രാഫി, പോഡ്കാസ്റ്റിംഗ് നമുക്ക് വളരെ വേണ്ടുന്ന ഒരു ഏരിയയാണ്. ആൻഡ് വോയിസ് ഓവർ ടാലൻസ് നമുക്ക് വളരെ നല്ലതാണ്, നമുക്ക് പലതിനും വോയിസ് കൊടുക്കാനായിട്ട്. ലീഗൽ നോളജ്, കോടതി പോകണമെന്ന് പോലുമില്ല പല കാര്യത്തിൻ്റെയും കേസുകൾ വരാതെ ലിറ്റിഗേഷൻ ഇഷ്യൂ ഇല്ലാതാക്കി കൊടുക്കുന്നതിന്. അതിന് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, കസ്റ്റമർ സർവീസ് എക്സലൻസിന് വേണ്ടിയിട്ടുള്ള സർവീസ് കൊടുക്കുക. ക്രൈസിസ് മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള രീതികൾ പഠിപ്പിച്ചെടുക്കുക. ഇവ ഞാൻ പറയാം, ഒരു റിമോട്ട് സ്ഥലത്ത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇല്ലെങ്കിൽ കാനഡയിൽ ഒരു റിമോട്ട് സ്ഥലത്ത് ഒരു മരണം ഉണ്ടായി, ഹൗ ടു ഹാൻഡിൽ ദാറ്റ്, ആ ബോഡി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതെങ്ങനെ ഫ്യൂണറിലേക്ക് പോകാം. അവർക്കൊന്നും അറിയില്ല. അവർക്ക് ഓൺലൈനിൽ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇഫ് യുവർ ഫീസ് ഈസ് $800 ദേ ആർ വില്ലിംഗ് ടു പേ, കാരണം എവറിതിങ് യു വിൽ മാനേജ്. നിങ്ങൾ പറയുന്ന പോലെ മാത്രം അവരങ്ങ് ചെയ്താൽ മതി, കാരണം അവർക്ക് മരണത്തെക്കുറിച്ച് എക്സ്പെർട്ടൈസ് ഇല്ല. എംബാം ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദേ ആർ റിക്വയർ ദ ഹെൽപ്പ്. ഈവൻ അവിടെ ഈ ശവമടക്കാനായിട്ട് ചിലപ്പോൾ അച്ഛനെ പോലും കിട്ടാത്ത അവസ്ഥ പലയിടത്തും ഉണ്ട്. ഇനി നമുക്ക് പറയാം, ഇനി വിദൂരമല്ല, ഓൺലൈനിൽ കൂടെ തന്നെ മരണാനന്തര ശുശ്രൂഷകൾ ചെയ്യുന്ന അവസ്ഥ വരും. ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് കോച്ചിങ് ഇപ്പോൾ വളരെ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പേഴ്സണൽ ട്രെയിനിങ്, യോഗ, അത് നമുക്ക് പിലാറ്റിസ്, ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് സ്കിൽസ് ഒരുപാട് പേര് ആവശ്യമുള്ളവരുണ്ട്. ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, അതല്ലെങ്കിൽ നമുക്ക് കാർപ്പൻട്രി, വുഡ് വർക്കിംഗ്, അതല്ലെങ്കിൽ ഓട്ടോമേറ്റീവ് റിപ്പയർ, ഇതൊക്കെ വേണ്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് ആവശ്യമുള്ളവരുണ്ട്. പ്ലംബിംഗ്, ഒരു പ്ലംബർ കിട്ടാത്തതുകൊണ്ട് വളരെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ചില സ്ഥലങ്ങളിൽ. കേരളത്തിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇതുകൊണ്ടൊന്നും. ആർട്ടിസ്റ്റിക് സ്കിൽസ് നമുക്ക് വേണമുണ്ട്, പെയിൻറ്റിങ് പോലുള്ളത്, മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് പ്ലേയിങ്, DJ, സ്കിൽ ഫോർ പെർഫോമിങ് ആസ് എ DJ ഈവൻസിലും വെന്യൂസിലും. ഈവൻറ്റ് പ്ലാനിങ് നമുക്കതിൽ കൂടെ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ഫാഷൻ ഡിസൈൻ, ജുവലറി മേക്കിംഗ്, ക്രാഫ്റ്റിംഗ്, ഇതൊക്കെ നമുക്കുള്ള 3D പ്രിൻറ്റിങ്, അതല്ലെങ്കിൽ ഡ്രോൺ പൈലറ്റിംഗ്, പുതിയ ഇതാണ് സൈബർ സെക്യൂരിറ്റി. ഇതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ ജോലിക്ക് ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബ്ലോക്ക് ചെയിൻ നോളജ് നമുക്ക് വളരെ വളരെ സാധ്യതയുള്ളതാണ്. NFTs ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്, നമുക്ക് റിമോട്ട് വർക്ക് ടൂൾസ്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ ഇതായിട്ടുള്ളത്, ഓൺലൈൻ കോഴ്സസ് ക്രിയേഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഞാനും എൻ്റെ ടീമും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടൊന്നും തീരില്ല, അതിനുമാത്രം വർക്കുണ്ട്. കൊമേഴ്സ്, ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അപ്പോൾ നമുക്ക് നല്ല ഇൻകം കിട്ടാവുന്നതാണ്. വെർച്വൽ അസിസ്റ്റൻസ്, ഫ്രീലാൻസിങ്,
അപ്പോൾ അത് നമുക്ക് ഒരുപാട് SEO റൈറ്റിംഗ്, അതുപോലെ ടെക്നിക്കൽ റൈറ്റിംഗ്, പിന്നെ ഗ്രാൻഡ് റൈറ്റിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനൊക്കെ ഇപ്പോൾ പതിയെ പൊക്കോണ്ടിരിക്കുകയാണ്, എങ്കിൽ പോലും അത് തീർന്നിട്ടില്ല. ലീഗൽ ട്രാൻസ്ക്രിപ്ഷൻ അതും പൊക്കോണ്ടിരിക്കുകയാണ്, പക്ഷേ അതും തീർന്നിട്ടില്ല. ബുക്ക് കീപ്പിംഗ് സ്റ്റിൽ എന്തുവാണ്, അതിനും സ്കോപ്പ് ഒത്തിരി കിടക്കുകയാണ്, ഒരുപാട് പേര് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തുണ്ട്. ടാക്സ് പ്രിപ്പറേഷൻ, ഫൈനാൻഷ്യൽ പ്ലാനിങ് വളരെ അത്യാവശ്യമുള്ളതാണ്. പേഴ്സണൽ കോച്ചിങ്, അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇനി കോച്ചിങ് ആണ് വരുന്നത്. ബിസിനസ് കൺസൾട്ടിങ്, കൺസൾട്ട് ചെയ്യാതെ ബിസിനസ് ചെയ്താൽ പോക്കാണ്. UI or UX ഡിസൈൻ, ഇനി അതുപോലെ തന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് വളരെ സാധ്യതയാണ്. മൊബൈൽ ആപ്സ് ഉണ്ടാക്കി കൊടുക്കുക, വെർച്വൽ റിയാലിറ്റികൾ ഉണ്ടാക്കി കൊടുക്കുക, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, പോഡ്കാസ്റ്റ് എഡിറ്റിംഗ്, വീഡിയോ ഗെയിമിംഗ്, ഇതൊക്കെ ഭയങ്കര സാധ്യതയാണ്. നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ട്യൂട്ടറിങ്, നമുക്ക് ടീച്ചിങ് ആൻഡ് അക്കാഡമിക് സബ്ജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, സ്പീച്ച് റൈറ്റിംഗ് അത് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഈവൻ നമുക്ക് യൂട്യൂബ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റ്, ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെയുള്ള നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കതിന് വേണ്ടി നല്ല പൈസ തരാൻ ആൾക്കാരുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും, എത്തിക്കൽ ഹാക്കിങ് ചെയ്ത് കൊടുക്കാനായിട്ട്, സസ്റ്റൈനബിൾ ലിവിങ് പ്രാക്ടീസസ്, ഇനി റിന്യൂവബിൾ എനർജി സിസ്റ്റം, പിന്നെ നമുക്ക് വൈൽഡ് ലൈഫിനിടയ്ക്ക് എങ്ങനെയാണ് സർവൈവൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക, ഫസ്റ്റ് എയ്ഡ്, അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചൈൽഡ് കെയർ സ്കിൽസ്, പെറ്റ് കെയർ ആൻഡ് ട്രെയിനിങ് സ്കിൽസ് ഇൻ പെറ്റ് സിറ്റിംഗ് ആൻഡ് അതുപോലുള്ള നമുക്ക് ഒരുപാട് ബരിസ്ത സ്കിൽസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിക്സോളജി, അതല്ലെങ്കിൽ നമുക്ക് ബ്രൂയിങ് ബിയർ, അത് വേണ്ട രാജ്യങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. വൈൻ മേക്കിംഗ് സ്കിൽസ് ആൻഡ് ഫാം, ടൈലറിങ്, സ്വിങ്, അതല്ലെങ്കിൽ കാലിഗ്രാഫി, ആനിമേഷൻ, സ്ക്രീൻ പ്രിൻറ്റിങ് ആൻഡ് ആക്ടിങ് സ്കിൽസ്, അത് നമുക്ക് 1 to 1 ഒക്കെ ഇരുന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഇങ്ങനെ ലോകത്ത്, ഞാനിപ്പോൾ പറഞ്ഞതൊന്നുമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു ബുക്കിനകത്ത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപ അതിൽ കൂടുതലോ ഒരു 7-8 മണിക്കൂർ ജോലി ചെയ്താൽ മാസം 1 ലക്ഷം രൂപ അതിൽ കൂടുതലോ വരുമാനം നേടാവുന്ന വഴികളെക്കുറിച്ചുള്ള 136 വഴികൾ പറഞ്ഞുകൊണ്ടൊരു ബുക്കുണ്ട്. അല്പം വലിയ ബുക്കാണ്. നമ്മളത് വായിച്ചുകൊണ്ടിരുന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത്, കാരണം ഇൻ്റർനെറ്റിൽ കിട്ടുന്ന കാര്യം അതിനകത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതെങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന ബുക്കിനകത്ത് വിശദമായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ കൊടുത്ത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വിതിൻ 1 month നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാം. ഓപ്റ്റിമമായിട്ട് നമുക്ക് 1 lakh, അത് കഴിഞ്ഞ് പയ്യെ അതൊരു 1.25 1.5, സ്ലോലി 2-3 വർഷം കൊണ്ട് നമുക്ക് 2 ലക്ഷം രൂപയിലേക്കൊക്കെ സുഖമായിട്ട് പോകാവുന്ന. പക്ഷെ നമ്മളൊരു ശ്രമം നടത്താതെ, ഒരു ട്രൈ നടത്താതെ ഈ നാട്ടിൽ ജോലിയില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ബുക്ക് ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് അവരെൻ്റെ അടുത്ത് റിസൾട്ട് പറയുന്നുണ്ട്. അല്പം വലിയ ബുക്കാണ്, മലയാളത്തിൽ തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചൊരു കോഴ്സ് നടത്താനെങ്കിൽ സമയം കിട്ടുന്നില്ല, ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ആ ബുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പുറത്തൊന്നും കൊടുക്കുന്നില്ല, ആമസോണിൽ കിട്ടും, അതല്ലാതെ നമ്മുടെ പിന്നെ ലൈഫ് ലൈനിൽ കിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്നിടത്ത് കിട്ടും. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് വിളിക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള കോഴ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നല്ലത് വരട്ടെ. നിങ്ങളുടെ ഒരുപാട് സ്കില്ലുകൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, കംപ്ലീറ്റ് നമ്മുടെ കൊറോണ പീരീഡ് തുടക്കം മുതൽ ലോക്ക്ഡൗൺ ചെയ്ത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കുന്ന വരത്തേക്കും ഞാൻ ടോട്ടലി പഠിച്ചത് പല ഇതായിട്ട് ലോകം മുഴുവനുള്ള എനിക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ എടുത്ത് പഠിച്ചത് നിയർലി 300ഓളം സ്കില്ലുകളാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള, പല വിധത്തിൽ എനിക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ ചെറുതും വലുതുമായിട്ട് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത്, ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ എൻ്റെ മക്കളും, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരും ഒക്കെ ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കിയെടുത്തത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ഉള്ള സ്കില്ലുകളിനെ തിളക്കമാർന്നതാക്കാൻ പറ്റുന്ന കുറേ സ്കില്ലുകളുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക, അതിനോട് ഡിറ്റർമിനേഷൻ എടുക്കുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അതിലേക്ക് കൊണ്ടുവരിക. അതിൽ തന്നെ നിങ്ങൾക്ക് നേടാനായിട്ട് ഓൾറെഡി ഉള്ള സ്കില്ലുകളുടെ കൂടെ അതുകൂടെ കിട്ടിയാൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് മനസ്സിലാക്കുക. ദെൻ ഗോ അഹെഡ്. ഓൾ ദി ബെസ്റ്റ്.